മക്കളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സിന്ദഗി കാ സഫർ ഹായ്ക്കു ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിവിടെ 3 ഹായ്ക്കു ആണ് പഠിക്കാനുള്ളത്. സുരംഗമ യാദവിൻ്റെ, അതുപോലെ തന്നെ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടേതും കമല നിഗുർബയുടേതുമായിട്ടുള്ള 3 ഹായ്ക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹായ്ക്കു എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് കവിതാരൂപമാണ് ഹായ്ക്കു എന്ന് പറയുന്നത്. ഇതിൽ ആകെ 3 വരികളാണ് ഉണ്ടായിരിക്കുക. ഈ ഹായ്ക്കു കവിതകൾക്ക് 3 വരികളാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിന് ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉളവാക്കുന്ന ചെറിയ കുഞ്ഞു 3 വരികളായിട്ടുള്ള കവിതകളാണ് ഹായ്ക്കു എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഓരോ ഹായ്ക്കുവിൻ്റെയും ഫസ്റ്റിലെ വരിയിൽ 5 അക്ഷരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 1, 2, 3, 4, 5 അക്ഷരങ്ങളാണ് ആദ്യത്തെ വരിയിലുള്ളത്. പിന്നീട് രണ്ടാമത്തെ വരിയിൽ വരുന്നത് 7 അക്ഷരങ്ങളായിരിക്കും. 2, 4, 3, 4, 5, 6, 7 അല്ലേ? 7 അക്ഷരങ്ങളായിരിക്കും. ചിഹ്നങ്ങൾ കൂട്ടാതെ അക്ഷരങ്ങൾ മാത്രം കൂട്ടാട്ടോ. അടുത്തത് വരുന്നതും 5 അക്ഷരങ്ങൾ തന്നെ. 1, 2, 3, 4, 5 അല്ലേ? അങ്ങനെ ടോട്ടൽ 17 അക്ഷരങ്ങൾ അടങ്ങുന്ന ഒരു കവിതാരൂപമാണ് ഹായ്ക്കു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സുരംഗമ യാദവിൻ്റെ ഹായ്ക്കുവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സൂക്ക യാ ബാട്ട്. സൂക്ക പറഞ്ഞാൽ വരൾച്ച. ബാട്ട് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. വരൾച്ചയും വെള്ളപ്പൊക്കവും. സൂക്ക യാ ബാട്ട്. സൂക്ക പറഞ്ഞ വരൾച്ച, യാ പറഞ്ഞ അല്ലെങ്കിൽ, വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ആവട്ടെ. വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും, വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ എന്താണ്, ആളുകൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പം അങ്ങനെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. സാഹബ് കെ ആംഗൺ. സാഹബിന്റെ മുറ്റത്ത്, അതായത് സാഹബ് എന്ന് പറയുന്നത് അമീർ ലോഗിന് ധനികരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ഭരണകർത്താക്കൾ അങ്ങനെയൊക്കെ ഉള്ളവരെയാണ്, അധികാരി ജനങ്ങളെയൊക്കെയാണ് ഇവിടെ സാഹബ് എന്ന് പറയുന്നത്. അപ്പൊ സാഹബിന്റെ മുറ്റത്ത് സദാ ഫുഹാർ എല്ലായ്പ്പോഴും. ഫുഹാർ പറഞ്ഞാൽ ഇവിടെ വെള്ളത്തുള്ളി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം മുറ്റത്തെ വെള്ളത്തുള്ളി എന്ന് പറഞ്ഞാല് അത് അത്രയ്ക്കും ചെറിയൊരു കാര്യം, നമുക്ക് വളരെയധികം വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യം. നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം സാഹബിന് എങ്ങനെയാണ്? സദാ എല്ലായ്പ്പോഴും, ഫുഹാർ ചെറിയ വെള്ളത്തുള്ളികൾ. സദാ ഫുഹാർ പറഞ്ഞാൽ ചെറിയ വെള്ളത്തുള്ളികൾ. അതായത് വളരെയധികം ജീവിതത്തിൽ പ്രയാസങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കാണ്? സാധാരണ ജനങ്ങൾക്കാണ്. അപ്പോൾ സുരംഗമ യാദവ് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സുരംഗമ യാദവിൻ്റെ ഈ ഹായ്ക്കു ധനികരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസമാണ് എടുത്തു കാണിക്കുന്നത്. ധനികരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസത്തിനെ എടുത്തു കാണിക്കുന്നു. വരൾച്ചയിലോ വെള്ളപ്പൊക്കത്തിലോ മറ്റെന്ത് പ്രശ്നങ്ങളിലും ആവട്ടെ ദുരിതം അനുഭവിക്കുന്നത് ആരാണ്? ദരിദ്രരാണ്. അവർക്ക് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരുന്നു. ദരിദ്രർക്ക് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരുന്നു. അതേസമയം സമ്പന്നർ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു. അവർക്ക് ഇത് ഒരു വെള്ളത്തുള്ളി പോലെ മാത്രം. നമ്മൾക്ക് വലിയതായിട്ട് തോന്നുന്ന എന്ത് പ്രശ്നങ്ങളും ധനികർക്ക് വളരെ ചെറുതാണ്. അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അവരെങ്ങനെ ജീവിക്കുന്നു? സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു. ദരിദ്രർ സുഖ സൗകര്യങ്ങളില്ലാതെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു. അതാണ് ഇവിടെയുള്ള ഈ വരികളുടെ അർത്ഥമായിട്ട് സുരംഗമ യാദവിൻ്റെ ഈ ഹായ്ക്കുവിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പിതാനെ ഠൂണ്ടി ലാട്ടിയാ ബുഢാപ്പേക്ക് ദീക്തി നഹീൻ. പിതാനെ ഠൂണ്ടി, പിതാ പറഞ്ഞ പിതാവ്, ഠൂണ്ടിനെ അന്വേഷിക്കുക, ഠൂണ്ടിയും അന്വേഷിച്ചു.
അതായത് പിതാവ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പിതാവ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്? ലാട്ടിയാം. ലാട്ടിയാം പറഞ്ഞാൽ, ലാട്ടി പറഞ്ഞാൽ വടി. ബുട്ടാപ്പേക്ക്, ബുട്ടാപ്പേ പറഞ്ഞ വൃദ്ധാവസ്ഥ. വൃദ്ധാവസ്ഥയിലെ വടി. എന്താ വൃദ്ധാവസ്ഥയിലെ വടി പറഞ്ഞാല്? ആശ്രയം അല്ലേ? വൃദ്ധരായി കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ആശ്രയമാണ് വേണ്ടത്. അപ്പൊ വൃദ്ധാവസ്ഥയിലെ വടി അന്വേഷിച്ചു എന്ന് പറഞ്ഞാല് വൃദ്ധാവസ്ഥക്ക ആശ്രയം, വൃദ്ധാവസ്ഥയിലെ ആശ്രയം അന്വേഷിച്ചു. ആര്? പിതാവ്. പക്ഷെ അദ്ദേഹത്തിന് എവിടെയും അത് കിട്ടിയില്ല. ഒരു വൃദ്ധനായ പിതാവ് വൃദ്ധാവസ്ഥയിൽ ആശ്രയം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എവിടെയും ഒരാശ്രയവും ലഭിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ ഈ ഹൈക്കൂയിൽ എന്താണ് പറയുന്നത്? വൃദ്ധർക്ക് വാർദ്ധക്യത്തിൽ എന്ത് ലഭിക്കുന്നില്ല? ആശ്രയം ലഭിക്കുന്നില്ല. ആശ്രയം ലഭിക്കേണ്ട സമയത്ത് അവര് ആശ്രയമില്ലാതെ, അവരെ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ടൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ടൂണ്ട്തി രഹി, ടൂണ്ട്തി രഹി ഇത് ആരുടെ ഹൈക്കു ആണ്? കമല നിഗൂർബയുടെ ഹൈക്കു ആണ്. കമല നിഗൂർബയുടെ ഹൈക്കു ആണ് ടൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച് എന്ന് പറഞ്ഞത്. നെഹ് കി ആഞ്ച് പറഞ്ഞാൽ, നേഹ് പറഞ്ഞാൽ സ്നേഹം. നേഹം എന്താണ്? സ്നേഹം. ആഞ്ച് പറഞ്ഞാല് ചൂട്. ആഞ്ച് ചൂട്. ടൂണ്ട്തി രഹി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അന്വേഷിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ബർഫീലി നഗരി പറഞ്ഞാൽ മഞ്ഞു മൂടിയ നഗരം. ബർഫീലി നഗരി, മഞ്ഞു മൂടിയ നഗരം. അതായത് ഇവിടെ ബർഫീലി നഗരി എന്നതിൻ്റെ അർത്ഥം വികാരരഹിതമായ ലോകം എന്നാണ്. ബർഫീലി നഗരി എന്താണ്? വികാരങ്ങളില്ലാത്ത ലോകം, വികാരരഹിതമായ ലോകം. അതായത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ബന്ധത്തിൻ്റെയും ഒക്കെ വിലയറിയാത്ത ലോകം. സ്നേഹത്തിൻ്റെ അടുപ്പവും ബന്ധത്തിൻ്റെ ഊഷ്മളതയും ഇല്ലാത്ത ലോകം. അങ്ങനെയുള്ള ലോകത്ത് സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ളൊരു ലോകത്ത് സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചാൽ കിട്ടുമോ? അപ്പം എന്താണ്? ടൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. വികാരരഹിതമായ ലോകത്ത് സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. സ്നേഹവും അടുപ്പവും ബന്ധങ്ങളിലെ ഊഷ്മളതയും ഇല്ലാത്ത ലോകത്ത് സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത്. കമല നിഗൂർബയുടെ ഹൈക്കു ആണ് ഇത്. ഇനി നമുക്ക് ആദ്യം മുതൽ ഇതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. സൂക്ക എന്ന് പറഞ്ഞാൽ വരൾച്ച. സൂക്ക വരൾച്ച. ബാട്ട് വെള്ളപ്പൊക്കം. ബാട്ട് വെള്ളപ്പൊക്കം. സാഹബ് ധനികർ. സാഹബ് ധനികർ. ആംഗൺ മുറ്റം. സദാ എല്ലായ്പ്പോഴും. ഫുഹാർ ചെറിയ വെള്ളത്തുള്ളികൾ. ഇനി നമുക്കതിൻ്റെ ഭാവാർത്ഥം നോക്കാം ഓരോന്നിൻ്റെയും. സൂക്കായ ബാട്ട് എന്ന് പറഞ്ഞാൽ ആം ലോഗോം കെ ജീവൻ കി പരേശാനിയാം, അല്ലെങ്കിൽ എന്താ പറയുക, കഠിനായാം എന്നാണ് പറയുക. അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സൂക്കായ ബാട്ട് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് സാഹബ് എന്നത് അമീർ വർഗാണ്, ധനികരായിട്ടുള്ള ആളുകളെയാണ് സാഹബ് എന്ന് പറയുന്നത്. ആംഗൺ എന്ന് പറഞ്ഞാൽ മുറ്റം. അത് ഒന്നിച്ച് പറയുമ്പോൾ സാഹബ് കെ ആംഗൺ എന്ന് പറയുമ്പോൾ അമീർ ലോഗോം കി ജീവൻ കി പരിസ്ഥിതിയാണ്, ധനികരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന്റെ പരിസ്ഥിതി. ധനികരായ ആളുകളുടെ ജീവിത പരിസ്ഥിതി, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളുടെ, സൂക്കായ പാട്ട് പറഞ്ഞാൽ ദരിദ്രരായ ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഇത് ധനികരായ ആളുകളുടെ ജീവിത പരിസ്ഥിതിയും. സദാ ഫുഹാർ. സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ ജീവൻമേം ഹമേശ സുഖസുവിധായം, ജീവിതത്തിൽ എപ്പോഴും സുഖവും സൗകര്യങ്ങളും. സുഖസുവിധായം, സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതം. സാഹബ്, സാഹബിന് എപ്പോഴും സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതമാണെങ്കിൽ ദരിദ്രർക്ക് എങ്ങനെയാണ്? ദരിദ്രർക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം. അപ്പൊ ഇവിടെ എന്താണ്? ധനികരെയും
ധനികരെയും ദരിദ്രരെയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ സുരംഗമായ യാദവ് പറഞ്ഞത് അല്ലേ. ഇനി അടുത്തത് പിതാനെ ടൂണ്ടി. പിതാ പറഞ്ഞാൽ പിതാവ്, ടൂണ്ടിയും അന്വേഷിച്ചു, ലാട്ടിയാം വടികൾ, ബുട്ടാപ്പയ്ക്ക് വൃദ്ധാവസ്ഥയിലെ, ദീക്തി നെഹീം കണ്ടതേയില്ല. ദീക്തി നെഹീം കണ്ടതേ ഇല്ല. വൃദ്ധാവസ്ഥയിലെ വടി അന്വേഷിച്ചു, എന്തുണ്ടായി? കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത് ലാസ്റ്റ് വരുന്നത് ടൂണ്ടത്തി തന്നെയാണ് വരുന്നത്. ടൂണ്ടത്തി പറഞ്ഞാൽ അന്വേഷിക്കുക. ടൂണ്ടത്തി രഹി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ബർഫീലി നഗരിമേ, ബർഫീലി നഗരി മഞ്ഞു മൂടിയ നഗരം. മഞ്ഞു മൂടിയ നഗരം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? വികാരരഹിതമായ ലോകം. വികാരരഹിതമായ ലോകത്ത് നേഹ് കി ആഞ്ച്, നേഹ് സ്നേഹം, ആഞ്ച് ചൂട്, സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചു. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ഈ ഹായ്ക്കു ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹായ്ക്കു ആണ്. നന്നായിട്ട് വായിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കുക. വളരെ ലളിതമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ആശയം ഏകദേശം 2 വരിയിൽ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആശയം നോക്കാം. ഓരോ കവിതയ്ക്കും കുഞ്ഞു കുഞ്ഞു ആശയങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.